കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം മുഹത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് തന്ന ഒരു ചിന്ത ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 41-42 വാക്യങ്ങളാണ്. അവൻ തൻ്റെ സഹോദരനായ ശീമോനെ ആദ്യം കണ്ട് അവനോട്, ഞങ്ങൾ മശിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു പറഞ്ഞു. അവനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനെ നോക്കി, നീ യോഹന്നാൻ്റെ പുത്രനായ ശീമോനാകുന്നു, നിനക്ക് കേഫ എന്ന പേരാകുമെന്ന് പറഞ്ഞു. അത് പത്രോസ് എന്നാകുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു വേദഭാഗമാണ്. യോഹന്നാൻ്റെ സുവിശേഷം ഹല്ലേലൂയ 1-ാം അധ്യായം അതിൻ്റെ 35 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അതിൻ്റെ 35-ാം അധ്യായത്തിൽ പിറ്റേന്നാൾ യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരിൽ 2 പേരും അവിടെ നിൽക്കുമ്പോൾ അതുവഴി കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട് പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന കുഞ്ഞാട്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ആ 2 ശിഷ്യന്മാരിൽ 2 പേര് ഈ യോഹന്നാനെ വിട്ട് യേശുവിനെ അനുഗമിക്കുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അത് എഴുതിയിരിക്കുകയാണ്. ശീമോൻ പത്രോസിൻ്റെ സഹോദരനായ അന്ത്രയോസ് ആയിരുന്നു. അപ്പോൾ അന്ത്രയോസിൻ്റെ പ്രത്യേകത, യേശുവിനെ പറ്റി കേട്ട് കഴിഞ്ഞപ്പോൾ യോഹന്നാനെ വിട്ടിട്ട് കർത്താവിനെ അനുഗമിക്കുവാൻ, കർത്താവിൻ്റെ കൂടെ പോകാൻ ഇടയായി. അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ കർത്താവിനെ പറ്റി കേട്ട് കഴിഞ്ഞാൽ, യേശുവിനെ പറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യേശുവിൻ്റെ കൂടെ നടക്കുകയും യേശുവിനെ അനുഗമിക്കുകയും ചെയ്യും. അതാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം ഉണ്ടാകുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ തുടർന്ന് പഠിക്കുമ്പോൾ ആ അന്ത്രയോസ് കടന്നു വന്ന് ഹല്ലേലൂയ തൻ്റെ സഹോദരനായ ശീമോനോട് പറയുകയാണ്, മശിഹായെ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ അന്ത്രയോസ് ചെയ്ത കാര്യം, ഈ മശിഹായെ അല്ലെ ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ തൻ്റെ സഹോദരൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് അവനെ യേശുവിൻ്റെ അടുക്കൽ കൂട്ടിക്കൊണ്ട് ചെല്ലുവാനിടയായി. അപ്പം നമ്മളും ഈ ദിവസങ്ങളിൽ മശിഹായെ കണ്ടു കഴിഞ്ഞാൽ, ക്രിസ്തുവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ, നമ്മളും നിശ്ചയമായിട്ടും അനേകരെ കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടു ചെല്ലണം. അതിനായി ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, അങ്ങനെ ആ പത്രോസിനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുചെന്ന് കഴിഞ്ഞപ്പോൾ യേശു പറയുന്നൊരു കാര്യമാണ് നാം വായിച്ച വാക്യം. യേശു അവനെ നോക്കി, നീ യോഹന്നാൻ്റെ പുത്രനായ ശീമോനാകുന്നു, നിനക്ക് കേഫ എന്ന് പേരാകും, അത് പത്രോസ് എന്നാകുന്നു. അപ്പോൾ കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കർത്താവിന് പറയുവാൻ ഒരു ദൂതുണ്ട്, ഒരു ദൈവശബ്ദമുണ്ട്, ഒരു ദൈവ ആലോചനയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പത്രോസിനോട് പറഞ്ഞ കാര്യം, നീ യോഹന്നാൻ്റെ പുത്രനായ ശീമോനാകുന്നു, നിനക്ക് കേഫ എന്ന പേരാകും, അത് പത്രോസാകുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പത്രോസിൻ്റെ ആദ്യത്തെ ജോലി മീൻപിടുത്തമാണ്. പത്രോസിൻ്റെ പല സ്വഭാവങ്ങളുണ്ട്. ഒന്ന്, കർത്താവിനെ തള്ളി പറഞ്ഞവനാണ്, വാളെടുത്ത് വെട്ടിയവനാണ്, ദേഷ്യം വരുന്നവനാണ്, തിരമാലയും ഇതൊക്കെ കാറ്റും കണ്ട് പേടിച്ച് ഭയന്നവനാണ്, മുങ്ങിത്താഴാൻ തുടങ്ങിയവനാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു പത്രോസിനെ കർത്താവ് പറയുകയാണ്, നീ ഇനി ശീമോനല്ല, നീ ഇനി കേഫ അല്ലെങ്കിൽ പത്രോസ് എന്നാകും. പത്രോസ് എന്ന വാക്കിൻ്റെ അർത്ഥം പാറക്കഷ്ണം എന്നാണ്. അതുപോലെ കേഫ എന്ന വാക്കിൻ്റെ അർത്ഥവും കൽക്കഷ്ണം എന്നാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ ഈ 3 പേരെന്ന് പറഞ്ഞാൽ ഗ്രീക്ക് ഭാഷയിലെ പേരാണ് പത്രോസ് എന്നുള്ളത്, എബ്രായ ഭാഷയിലെ പേരാണ് ശീമോൻ എന്നുള്ളത്, ആരാമിക് ഭാഷയിലുള്ള പേരാണ് കേഫ എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം നോക്ക്. ഹല്ലേലൂയ. ദൈവം അവനെ അനുഗ്രഹിച്ചു. നീ ഒരു പത്രോസ് ആവും, നീ ഒരു കേഫായാവും. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, പത്രോസിനെ പറ്റി പഠിക്കുമ്പോൾ ഹല്ലേലൂയ, അവൻ ശീമോനായിരുന്ന മീൻ പിടിക്കുന്ന പത്രോസ് അപ്പോസ്തലനായി, ലോകത്തിലെ ഏറ്റവും വലിയ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായി ഒരു അപ്പോസ്തലനായി തീർന്നു. എന്നൊരു മീൻ പിടിച്ച് ഉപജീവനം കഴിക്കുന്നവനായിട്ടല്ല, ലോകം മൊത്തത്തിൽ അറിയപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ടവനായി, സഭകൾക്ക് അനേകർക്ക് കർത്താവിൻ്റെ ക്രിസ്തു മാർഗത്തിന് അനുഗ്രഹിക്കപ്പെട്ടവനായി ഇന്നും മരിച്ചെങ്കിലും ആ പത്രോസിൻ്റെ പേര് നിലനിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ആരൊക്കെയാണോ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുന്നത് അവരുടെ എല്ലാം പേരിനെ ദൈവം മാറ്റുവാനിടയായിത്തീരും. നമുക്കറിയാം, ഹല്ലേലൂയ, ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ 15-ാം അധ്യായത്തിൽ അബ്രഹാം ദൈവത്തിൻ്റെ വിളി കേട്ടിറങ്ങിക്കഴിഞ്ഞപ്പോൾ ഉൽപ്പത്തി 15-ൻ്റെ 5-ാം വാക്യത്തിൽ പറയുന്നു, ഇനി നീ അബ്രഹാം അല്ല, നീ അനേകർക്ക് ജാതികൾക്ക് പിതാവോ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അർത്ഥമുള്ള അബ്രഹാം എന്നുള്ള പേര് അവനുണ്ടാകുവാനിടയായി തീർന്നു. അതുപോലെ തന്നെ നമുക്ക് ഉൽപ്പത്തി 15-ൻ്റെ 5-ൽ ഹല്ലേലൂയ, ഉൽപ്പത്തി 41-ൻ്റെ 45-ാം വാക്യത്തിൽ
യോസേഫിനെ കാരാഗൃഹത്തിൽ നിന്ന് വിടുവിച്ച ശേഷം അവനൊരു പേര് കൊടുക്കുകയാണ് സപ്നേത് പനേർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവൻ. പ്രൈസ് ദി ലോർഡ്. അവൻ്റെയും പേര് ദൈവം മാറ്റി. ഹല്ലേലൂയ. 32:28 വാക്യത്തിൽ യാക്കോബിനോട് ദൈവം പറഞ്ഞു, നീ യാക്കോബല്ല, നീ ഇസ്രായേൽ എന്നറിയപ്പെടും, നീ ഒരു വലിയ രാഷ്ട്രമായിട്ട് അറിയപ്പെടും. അതുപോലെ നമുക്ക് പൗലോസിനെ പറ്റി അറിയാം. ആദ്യം സഭയെ നശിപ്പിക്കാൻ, ദൈവമക്കളെ നശിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവനാണ് ശൗൽ. എന്നാൽ പിൽക്കാലത്ത് അനുഗ്രഹിക്കപ്പെട്ട പൗലോസാക്കി ദൈവം അവനെ തീർത്തു. ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, പത്രോസിനൊരു പേരുണ്ട്. ആദ്യത്തെ പേര് ശീമോൻ എന്നാണ്, രണ്ടാമത്തെ പേര് പത്രോസ് എന്ന്, അടുത്ത പേര് കേഫാവ്. ഈ ദിവസങ്ങളിൽ സഹോദരങ്ങളെ, ആ ദൈവം, ആ പത്രോസിനെ മാറ്റിയ ദൈവം എന്നെയും മാറ്റും, നിങ്ങളെയും മാറ്റും, നിങ്ങളുടെ സ്ഥിതികളെ മാറ്റും. ഇന്ന് കാണുന്ന അവസ്ഥയിലല്ല. ദൈവം അനേകർക്ക് അനുഗ്രഹമായി, കുടുംബങ്ങൾക്ക് അനുഗ്രഹമായി, ശുശ്രൂഷയ്ക്ക് അനുഗ്രഹമായി, എല്ലാ മേഖലയും അനുഗ്രഹിക്കപ്പെട്ടവനായി ദിവസങ്ങളിൽ തീർക്കും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, കർത്താവിൻ്റെ പാതപീഠത്തിലേക്ക് അടുത്തിയെല്ലാം നമ്മുടെ സ്ഥിതികളെ മാറ്റാം, പേരുകളെ മാറ്റാം. ആ അന്ത്രയോസ് ചെയ്തതുപോലെ നമുക്ക് കർത്താവിൻ്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ കർത്താവിനെ അനുഗമിക്കാം, ചെല്ലേം കൂടി കർത്താവിൻ്റെ സന്നിധി കൊണ്ടുവരാം. നമുക്ക് സ്ഥിതികളെയും പേരുകളെയും മാറ്റാം, അനുഗ്രഹത്തോടെ മുന്നേറാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.